തൃശ്ശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഓട്ടോറിക്ഷകൾ ഓട്ടം പോകുമ്പോൾ മീറ്റർ ഇടാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് തൃശ്ശൂർ പൂവണിയിലാണ്. പൂവണിയിൽ നിന്നും പള്ളിമൂലയിലേക്ക് ഓട്ടോ വിളിച്ച് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പള്ളിമൂല ഓട്ടോയിൽ കയറിയ ഉടനെ തന്നെ ഡ്രൈവർ മീറ്റർ ഓണാക്കി. പക്ഷേ മീറ്ററിന്റെ അവസ്ഥ ഇതാണ്. പോകുന്ന ദൂരം മാത്രം അതിൽ രേഖപ്പെടുത്തും, അല്ലാതെ എത്ര രൂപയ്ക്കുള്ള ഓട്ടം ഓടിയെന്ന് മീറ്ററിൽ ഒരു കാരണവശാലും കാണിക്കില്ല. 2.5 കിലോമീറ്റർ അകലെയുള്ള പള്ളിമൂല എന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഓട്ടോ വിളിച്ചത്. ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ എത്ര രൂപ നൽകണമെന്ന് മീറ്ററിൽ നോക്കിയാൽ അറിയില്ല. അതുകൊണ്ട് ഓട്ടോക്കാരനോട് ചോദിച്ചു. 70 രൂപയാണ് ഈ ദൂരത്തിന് വാങ്ങിയത്. മീറ്റർ വെക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മീറ്റർ വയ്ക്കുക എളുപ്പമല്ലെന്നാണ് മറുപടി പറഞ്ഞത്. മീറ്ററിന്റെ പ്രശ്നം വന്നാ അല്ല, സ്റ്റിക്കർ ഒട്ടിക്കല് തുടങ്ങാന്ന് പറയുന്നേ. 2.5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. 70 രൂപയാണ് വാങ്ങിയത്. മീറ്ററിൽ യാതൊരു വിധത്തിലും എത്ര രൂപയാണ് ഞാൻ നൽകേണ്ടത് എന്ന് എഴുതി കാണിച്ചിരുന്നില്ല. തൃശ്ശൂർ നഗരത്തിനകത്ത് മിക്കവാറും ഓട്ടോറിക്ഷകൾ മീറ്റർ ഓണാക്കി കൃത്യമായി മീറ്റർ ചാർജ് വാങ്ങിയാണ് സവാരി നടത്തുന്നത്. പക്ഷേ ടൗൺ പരിധി കഴിഞ്ഞാൽ മീറ്റർ വെറും കാഴ്ചവസ്തു മാത്രമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ തിരിച്ച് പൂവണിയിലേക്ക് പോയി നോക്കിയാൽ ആ ഓട്ടോയിൽ എത്ര രൂപ വാങ്ങും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം വന്നിറങ്ങിയ പള്ളിമൂലയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങിയ പൂവണിയിലേക്ക് ഞാൻ ഓട്ടോ വിളിച്ചു. മീറ്റർ ഓണായി കിടക്കുന്നുണ്ട്. എങ്കിലും അതുപയോഗിക്കാൻ ഇവിടെയും ഡ്രൈവർ തയ്യാറായില്ല. ഒരേ ദൂരം തിരിച്ച് സഞ്ചരിച്ചപ്പോൾ 5 രൂപ കുറച്ച് 65 രൂപയാണ് രണ്ടാമത്തെ ഓട്ടോക്കാരൻ വാങ്ങിയത്. അവിടെയും മീറ്ററിന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഒരേ ദൂരത്തിന് തന്നെ വ്യത്യസ്തമായ നിരക്കുകളാണ് ഓട്ടോക്കാർ ഈടാക്കുന്നത്. ഇവിടെയെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓട്ടോയിലും ഇത്തരത്തിൽ മീറ്റർ കൃത്യമായി ഇടുന്നില്ല എന്നുള്ളതാണ്. ഒരിടത്ത് പോലും മീറ്ററിൽ എത്ര തുകയാണ് യാത്രക്കാർ നൽകേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു രേഖപ്പെടുത്തലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.